ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോളജ് ബേസ് ഏജൻറ്റിൻ്റെ എക്സാമ്പിളായ വൂമ്പസ് വേൾഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വൂമ്പസ് വേൾഡിനകത്ത് ഏജൻറ്റ് 1-1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3-3 ഗോൾഡ് എടുക്കണം. അതാണ് ഗോളെന്ന് പറയുന്നത്. ഇപ്പോൾ പോകുന്ന വഴിയിൽ വൂമ്പസ് ഉണ്ട്. വൂമ്പസ് ഈറ്റ് ചെയ്യാനും പാടില്ല, അതേപോലെ തന്നെ പിറ്റിൽ വീഴാനും പാടില്ല. ഇതാണ് നോക്കേണ്ടത്. സ്റ്റാർട്ട് ചെയ്ത് 3-3 വൂമ്പസ് ഈറ്റ് ചെയ്യാനും പാടില്ല, പിറ്റിൽ വീണാൽ ചത്തുപോകും. അപ്പോൾ പിറ്റിൽ വീഴാനും പാടില്ല. അതാണ് എയിമെന്ന് പറയുന്നത്. 1-1 നിന്ന് 3-3 മൂവ് ചെയ്യണം. എവിടെയൊക്കെ വൂമ്പസ് ഉണ്ടോ, എവിടെയാണോ വൂമ്പസ് നിൽക്കുന്നത് അതിന് സ്റ്റെഞ്ചിൻ്റെ സമീപത്തായിട്ട് വൂമ്പസ് ഉണ്ടാവും. അതായത് സ്റ്റെഞ്ചിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വൂമ്പസ് പ്രസൻ്റ് ആകുമെന്നാണ് ഏജൻറ്റ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബ്രീസ് കണ്ടു കഴിഞ്ഞാൽ അതിന് അഡ്ജസൻ്റ് ആയിട്ട് പിറ്റ് ഉണ്ടെന്നും മനസ്സിലാക്കും. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്? സ്റ്റെഞ്ച് കണ്ടു കഴിഞ്ഞാൽ അതിന് അഡ്ജസൻ്റ് ആയിട്ട് വൂമ്പസ് പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ ബ്രീസ് കണ്ടു കഴിഞ്ഞാൽ അതിന് അഡ്ജസൻ്റ് ആയിട്ട് പിറ്റ് ഉണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പീസ് ഡിസ്ക്രിപ്ഷൻസ് നോക്കാം. എന്താണ് ഇതിൽ? പിറ്റുണ്ട്, വൂമ്പസ് ഉണ്ട്, ട്രഷറുണ്ട്, ബ്രീസ് ഉണ്ട്, സ്റ്റെഞ്ച് ഉണ്ട്. ഇത്രയുമാണ് കീ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പീസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ പി എന്ന് പറയുന്നത് പെർഫോമൻസ് മെഷേഴ്സാണ്. അതായത് ഏജൻറ്റ് ഗോൾഡ് എടുത്തിട്ട് തിരിച്ച് സേഫായിട്ട് വരുവാണെങ്കിൽ 1000 പോയിൻ്റ് കിട്ടും, +1000 പോയിൻ്റ്. ഏജൻറ്റ് ചത്തുപോവുകയാണെങ്കിൽ -1000 പോയിൻ്റ്. ഓരോ മൂവിനും ഏജൻറ്റിന് -1 പോയിൻ്റ് പോകും. ഏജൻറ്റ് ആരോ യൂസ് ചെയ്യുവാണെങ്കിൽ -10 പോയിൻറ്റ്സ്. ഏജൻറ്റ് എന്തിനു വേണ്ടിയായിരിക്കും ആരോ യൂസ് ചെയ്യുന്നത്? ഏജൻറ്റ് ആരോ യൂസ് ചെയ്യുന്നത് വൂമ്പസിനെ കില്ല് ചെയ്യാൻ വേണ്ടി ഏജൻറ്റ് ആരോ യൂസ് ചെയ്യും. അപ്പം ഏജൻറ്റ് ആരോ യൂസ് ചെയ്യുവാണെങ്കിൽ -10 പോയിൻറ്റ്സ്. ഏജൻറ്റിൻ്റെ ഓരോ മൂവിനും -1 പോയിൻറ്റ്സ്. ഏജൻറ്റ് ഗോൾഡ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ +1000 പോയിൻറ്റ്. ഏജൻറ്റ് ചത്തുപോവുകയാണെങ്കിലോ പിറ്റിൽ വീഴുകയോ വൂമ്പസ് പിടിക്കുകയോ ചെയ്താൽ -1000 പോയിൻറ്റ്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇപ്പോൾ പെർഫോമൻസ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. പി കഴിഞ്ഞു. ഇനി അടുത്ത എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് 16 റൂംസ് ആയിട്ടാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത്. റൂംസ് അഡ്ജസൻറ്റ് ടു ദ വൂമ്പസ് ആർ സ്റ്റിങ്കിങ്. റൂംസ് അഡ്ജസൻറ്റ് ടു ദ പിറ്റ്സ് ആർ ബ്രീസി. റൂംസ് വിത്ത് ഗോൾഡ് ഗ്ലിറ്റേഴ്സ്. ഏജൻറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ ഈസ് റൂം 1-1, that is facing right side. Location of woombus, gold and 3 pits can be anywhere except in room 1-1. അതായത് ഏജൻറ്റ് ഇവിടുന്ന് മൂവ് ചെയ്യും. അപ്പോൾ സ്റ്റെഞ്ച് കണ്ടു കഴിഞ്ഞാൽ ഏജൻറ്റ് കരുതിക്കോണം സ്റ്റെഞ്ചിന് നിയറായിട്ട് ആരുണ്ട്, വൂമ്പസ് പ്രസൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഏജൻറ്റ് ബ്രീസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് എന്താണ്? അതിന് സമീപത്തായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് പിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കും. എവിടെയാണോ ഗ്ലിറ്റർ ചെയ്യുന്നത് അവിടെ ഗോൾഡ് ഉണ്ടെന്ന് മനസ്സിലാക്കും. സ്റ്റെഞ്ച് മീൻസ് ബാഡ് സ്മെല്ലാണ്. അവിടെ ഗോൾഡ് ഉണ്ടെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പം നമ്മുടെ എൻവയോൺമെൻറ്റ് കഴിഞ്ഞു. ഇനി സെൻസേഴ്സ് ഏതൊക്കെയാണ്? ബ്രീസ് എന്ന് പറയുന്നത് സെൻസർ. ബ്രീസ്, സ്റ്റെഞ്ച്, ഗ്ലിറ്റർ, സ്ക്രീം, ബം, അങ്ങനെ 5 സെൻസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഏജൻറ്റ് സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ 1-1, അപ്പോൾ 5 സെൻസേഴ്സ് നന്നായിട്ടാണ് വരുന്നത്. ഏജൻറ്റ് സ്റ്റെഞ്ചും ബ്രീസും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റെഞ്ചും ബ്രീസും വരും, ബാക്കി 3 എണ്ണവും നന്നായിട്ട് വരും. അങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. അപ്പോൾ സെൻസേഴ്സ് ഏതൊക്കെയാണ്? ബ്രീസ്, സ്റ്റെഞ്ച്, ഗ്ലിറ്റർ, സ്ക്രീം, ബമ്പ്. ഇപ്പോൾ വൂമ്പസ് ആരോ കൊണ്ട് ചത്തുപോയിട്ടുണ്ടെങ്കിൽ
ഉണ്ടാകുന്ന സൗണ്ടാണ് സ്ക്രീം എന്ന് പറയുന്നത്. ബംപ് ഒക്കേഴ്സ് വെൻ ഹിറ്റിംഗ് എ വോൾ. ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് മൂവ് ഫോർവേഡ് ആണെങ്കിൽ മൂവ് ടു നെക്സ്റ്റ് റൂം, ടേൺ റൈറ്റ് ഓർ ലെഫ്റ്റ്, റൊട്ടേറ്റ് ഏജൻറ്റ്സ് 90 ഡിഗ്രി, ഷൂട്ട്, കിൽ വൂമ്പസ് വിത്ത് ആരോ, ഗ്രാബ്, ടേക്ക് ട്രഷർ, റിലീസ്, ഡ്രോപ്പ് ട്രഷർ. ഇനിയും എങ്ങനെയാണ് ഏജൻറ്റ് ഈ പീസ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം, ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഏജൻറ്റ് നിൽക്കുന്നത് 1-1-ലാണെങ്കിൽ 1-1 മാത്രം സേഫ് സ്റ്റേറ്റ്. ഇങ്ങോട്ടേക്ക് മൂവും 1-2-ലേക്ക് വരും. 1-2-ലേക്ക് വരുമ്പോൾ സ്റ്റെഞ്ചാണ്, അപ്പോൾ അതും സേഫ് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഏജൻറ്റിന് മനസ്സിലാകും അടുത്ത വൂമ്പസ് പ്രസൻ്റ് ആണെന്ന് മനസ്സിലാകും. അതേപോലെ തന്നെ 2-2-ഉം സേഫ് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാകും. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഫിഗറാണ് ഇത്. 1-1 അത് ഫസ്റ്റ് സ്റ്റേജാണ്. 1-1 പിന്നീട് വരുമ്പോൾ എന്താണ്, അത് 3 സേഫാക്കി. അത് 3 സേഫായി കഴിയുമ്പോൾ ഇപ്പോൾ ഏജൻറ്റ് ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ സ്റ്റെഞ്ച് കണ്ടപ്പം ഏജൻറ്റിന് കൺഫ്യൂഷനായി. വൂമ്പസ് ഉണ്ട്, എവിടെയൊക്കെ വൂമ്പസ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം, ഇവിടെയും പ്രതീക്ഷിക്കാം, ഇവിടെയും വൂമ്പസ് ഉണ്ടെന്ന് അദ്ദേഹം കരുതി. ഏജൻറ്റ് കരുതി 2 സ്ഥലത്ത് വൂമ്പസ് പ്രസൻ്റ് ആണെന്ന് വിചാരിച്ചു. അതാണ് ഇത് രണ്ടും. ഏജൻറ്റ് അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ അതിന് 2 സ്ഥലങ്ങളിൽ വൂമ്പസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തിങ്ക് ചെയ്യും. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചിട്ട്. ഇനി ഏജൻറ്റിന് ഷുവർ ആക്കണം എവിടെയൊക്കെയാണ് വൂമ്പസ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ 2 സ്ഥലത്ത് വൂമ്പസ് പ്രസൻ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ഇത്. ഇവിടെ 2 വരാം. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെഞ്ച് ഉള്ളത് കൊണ്ട് ഇവിടെയും വരാം, ഇവിടെയും വരാം. അതേപോലെ തന്നെ ഇവിടെ സ്റ്റെഞ്ച് ഉള്ളത് കൊണ്ട് ഇവിടെയും വരാം, ഇവിടെയും വരാം. നിയർ ബൈ ആയിട്ട് 2 സ്ഥലത്തും വരാൻ ചാൻസ് ഉണ്ട്. അഡ്ജസൻ്റ് സൈഡിൽ 2 സ്ഥലത്തും വരാൻ ചാൻസ് ഉണ്ട്. അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ ഫിഗറിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വരാം, അതേപോലെ തന്നെ ഇവിടെയും വരാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഏജൻറ്റ് ഉറപ്പാക്കുകയാണ് എവിടെയാണ് ഉള്ളതെന്ന്. ഉറപ്പാക്കുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ നോക്കുമ്പം ഇവിടെയുമുണ്ട്, താഴ്വശത്തുമുണ്ട്. അപ്പോൾ 2 വശത്തും ഒരേപോലെ തന്നെ പ്രസൻ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തുള്ളതാണ് ആരെന്ന് മനസ്സിലായി. ഈ സ്ഥലത്താണ് വൂമ്പസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മറ്റ് 2 സ്ഥലവും സേഫ് ആണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഡയഗണലി വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും നോക്കുമ്പം ഒരേ പ്ലേസിൽ തന്നെ വൂമ്പസിനെ കാണുന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ അത് ഉറപ്പാക്കുന്നു, ഈ ഏരിയയിൽ തന്നെയാണ് വൂമ്പസ് ഉള്ളതെന്ന് ഉറപ്പാക്കി. എന്നിട്ട് ഉറപ്പാക്കി കഴിയുമ്പം അതിന് ടിക്ക് മാർക്ക് കൊടുക്കും. ബാക്കിയെല്ലാം സേഫ് സോണാന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അങ്ങനെ സേഫ് സോണാന്ന് മാർക്ക് ചെയ്ത് 3-1 പൊസിഷനിലെത്തി. അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ എന്താ, 3-1 പൊസിഷൻ കഴിഞ്ഞ് അടുത്തത് നോക്കുമ്പോൾ ഏതാണ്, 3-1 പൊസിഷനിൽ എത്തി. അടുത്ത് നോക്കുമ്പോൾ അടുത്ത സ്റ്റെഞ്ചാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെയും സേഫാണെന്ന് മനസ്സിലാക്കി. അവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്ലിറ്റർ ചെയ്യുന്ന കാണാൻ സാധിച്ചു. അങ്ങനെ ഗോൾഡ് എടുത്തു. ഇങ്ങനെയാണ് നാവിഗേഷണൽ സീക്വൻസ് ഓഫ് നോളജ് ബേസ് ഏജൻറ്റ് ഇൻ ദ വൂമ്പസ് വേൾഡ്. അപ്പോൾ വൂമ്പസ് വേൾഡ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.